കാലപ്പഴക്കം കൊണ്ട് ബ്രിട്ടിലായിട്ട് സ്വിച്ച് പൊട്ടിപ്പോയി. ഫോർഡാണ്, പാർട്സ് കിട്ടുമോ? കിട്ടില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ എന്താ ചെയ്തത് പറയാം. ഇതാണ് പുതിയ മാസ്റ്റർ സ്വിച്ച്. ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇത് സ്റ്റോക്കില്ലെങ്കിൽ ഒരു 7 ദിവസം ഓർഡർ ചെയ്യേണ്ടി വരും. ഫോർഡിന് കൗണ്ടർ സെയിൽ ഉണ്ട്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈസിലി അവൈലബിൾ ആണ്. ഇതിന് 1450 രൂപ വില. നമുക്കിത് മാറാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഒരു ട്രിം റിമൂവൽ ടൂൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് പൊക്കിയിടേണ്ട കാര്യമില്ല, ഓൾറെഡി പൊട്ടിയല്ലോ. അപ്പോൾ ഇതാണ് പൊട്ടിപ്പോയ കൊട്ടാരം, അല്ല പൊട്ടിപ്പോയ സ്വിച്ച്. കണ്ടോ, ഈ യൂറോപ്യൻ കാറുകളിലൊക്കെ പ്രശ്നമാണ് പ്ലാസ്റ്റിക് പാർട്സിന് പെട്ടെന്ന് ബ്രിട്ടിലാവുക എന്നുള്ളത്. ഇതാണ് പുതിയ മാസ്റ്റർ സ്വിച്ച്. ഒന്നുമില്ല, ജസ്റ്റ് ഈ 3 കപ്ലർ അങ്ങ് പ്രസ് ചെയ്താൽ മതി. ആ ഊരിയ പോലെ തന്നെ അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി തിരിച്ച്. ഒന്നുമില്ല, ഈ കപ്ലർ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ കേസാണ്. എന്നിട്ട് അങ്ങ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. റെഡി, സ്റ്റഡി, ഗോ. ഈ വണ്ടിക്ക് ഓട്ടോ ഡൗൺ ഉണ്ട്, ഓട്ടോ അപ്പുമുണ്ട്. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ വിൻഡോ പൊക്കണം. ഒന്ന് താത്തി പൊക്കി ഒരു 3 സെക്കൻഡ് ഇതിങ്ങനെ ഞെക്കി പിടിക്കണം. 1 2 3. പിന്നീട് ഇത് നമ്മൾ പൊക്കുമ്പോൾ ഓട്ടോ ആയിട്ട് പൊന്തും. എന്താണ് ആൻറ്റി പിഞ്ച്? ഇതിങ്ങനെ പൊന്തുമ്പോഴേ നമ്മളുടെ കൈ വിട്ടാൽ അത് താഴെ പോവും. അപ്പോൾ സ്വിച്ച് മാറി. ഇതുകൂടെ മാറാണ്ട് ഇതിൻ്റെ പ്രശ്നം താഴെ പോവും, പക്ഷേ മുകളിലേക്ക് വരില്ല.